നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജൂൺ 30 മുതൽ ജൂലൈ 6 വരെയുള്ള ഒരാഴ്ച ഓരോ കൂറുകാർക്കും എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ബുധൻ മാത്രമാണ് 29-ാം തീയതി, ജൂൺ 29-ാം തീയതി മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് മാറിയിരിക്കുന്നത്. ബാക്കി ഗ്രഹങ്ങളൊക്കെ പഴയ സ്ഥലത്ത് തന്നെ. അപ്പോൾ ആദ്യം മേടക്കൂർ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ സ്ഥാനബലത്തോടു കൂടി ചൊവ്വ, 2-ൽ വ്യാഴം, 12-ാം ഭാവത്തിൽ രാഹു, 6-ൽ കേതു, 11-ൽ ശനി, അതുപോലെ തന്നെ ശുക്രനും ബുധനും സൂര്യനും 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ബുധൻ 4-ലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ ബുധൻ്റെ 4-ാം ഭാവത്തിലെ സഞ്ചാരം കൊണ്ട് സ്വാഭാവികമായിട്ടും ഇവർക്ക് മാതാവുമൊത്ത് ചില തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ സാധിക്കും. അതുപോലെ കുടുംബാംഗങ്ങളുമൊത്ത് ഉല്ലാസയാത്രയോ മറ്റോ പോകാം. നദീസാമീപ്യമുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, മഴക്കാലമാണ്. ഒരർത്ഥത്തിൽ ജലവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക്, പ്രത്യേകിച്ചും അത്തരം ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് കൂടുതലായി പുറത്ത് യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. പ്രത്യേകിച്ചും ഹോട്ടൽ ബിസിനസ്, റെസ്റ്റോറൻറ്റ് ബിസിനസ്, ഔഷധ വ്യാപാരം, അതുപോലെ തന്നെ ഈ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നവർ, അത്തരം സ്ഥാപനങ്ങൾ ഇടുന്നവർ, അതൊക്കെ ഈ നക്ഷത്രക്കാർക്കാണെങ്കിൽ പ്രത്യേകം അവർക്ക് കൂടുതലായിട്ട് യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. അതായത് ജലസാമീപ്യം എപ്പോഴും അവരോടുണ്ടാകും. ഇത് വർഷകാലമായതിനാൽ അതിനൊരു സാധ്യത കാണുന്നുണ്ട്. മറ്റൊന്ന്, ഇവർക്ക് ഇപ്പോഴും ഇവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ കൂടുതലായി ഇവരിലേക്ക് അടുപ്പിക്കാൻ സാധിക്കുന്നു. വളരെ ഇംപ്രസീവായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മാറാൻ സാധിക്കുന്നു. നല്ല ഹാർഡ് വർക്കായിരിക്കും ഇപ്പോൾ, നല്ല കഠിനാധ്വാനം ചെയ്യുന്നു. മാത്രമല്ല കാര്യങ്ങൾ വളരെ തിടുക്കത്തിൽ ചെയ്യാനുള്ള ഒരു വ്യഗ്രത ഇവർക്കുണ്ടാകുന്നു. പൊതുവേ ഈ മേടം രാശിയിൽ, മേടക്കൂറിൽപ്പെട്ടവർക്ക് എപ്പോഴും ഒരു സ്പീഡ് കാണും. ആലസ്യത്തിലാണ്ട് ചെയ്യുന്നവരല്ല അവർ. കാര്യങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ചൊവ്വ ബലവാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ. അത് ഇപ്പോൾ ഇവർക്കത് സംഭവിക്കുന്നു. അതിൻ്റെ തന്നെ ദോഷവശങ്ങളും സംഭവിച്ചേക്കാം. കാരണം അഷ്ടമാധിപത്യം കൂടി ഇതേ ചൊവ്വയ്ക്കുണ്ട്. അതുകൊണ്ട് ശരീരത്തിൽ മുറിവ്, പൊള്ളലേൽക്കാനുള്ള സാധ്യത, ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വാഹനം സൂക്ഷിച്ചോടിക്കണമെന്ന് പറയുന്നത്. ഭാരമുള്ള വസ്തുക്കൾ, കൂർത്ത് മൂർച്ചയുള്ള വസ്തുക്കൾ, ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴും എടുക്കുമ്പോഴുമൊക്കെ വളരെ ശ്രദ്ധ വേണമെന്ന് പറയാൻ കാരണം അതാണ്. സഹോദരകാരകത്വം ഉള്ളതുകൊണ്ട് സഹോദരന്മാരുമായിട്ടൊക്കെ നല്ല രീതിയിൽ പോകാം. എന്നാൽ അവരുമായി അഭിപ്രായ വ്യത്യാസമോ കലഹമോ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കേസ്, വഴക്ക്, ഇതൊക്കെ ഉണ്ടാകാം ചൊവ്വ അഗ്രസീവായി നിന്ന് കഴിഞ്ഞാൽ. 2-ൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്ക് എല്ലാത്തിലും ഒരു സൗമ്യതയും ഈശ്വരാനുഗ്രഹവും നൽകും. ധനപരമായ നേട്ടം, യാത്ര കൊണ്ട് ഗുണം, വിദേശകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിജയമുണ്ടാവുക, വിദേശത്തുള്ള ഇവരുടെ മക്കൾക്കോ ആശ്രിതർക്കോ ഒക്കെ നല്ല ഗുണമുണ്ടാവുക, സാമ്പത്തിക നേട്ടമുണ്ടാവുക. അതുകൊണ്ട് പൊതുവെ ഗുണമുള്ള ഒരു അന്തരീക്ഷം കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ വിജയം കാണുന്നുണ്ട്. വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും ഇവർക്കിപ്പോൾ വിജയം കാണുന്നു. ഈ നക്ഷത്രക്കാർ അവരുടെ ഓഫീസ് പരീക്ഷകളിലോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസ സംബന്ധമായ പരീക്ഷകളിലോ അഭിമുഖങ്ങളിലോ ഒക്കെ നല്ല മാർക്ക് നേടുന്നു, നല്ല വിജയമുണ്ടാകുന്നു എന്ന് കാണുന്നു. ഉദര സംബന്ധമായ അസുഖം അല്ലെങ്കിൽ ലോവർ അബ്ഡമിൻ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത, ഇതൊക്കെ ഇപ്പോൾ ഇവരെ പിന്തുടരാനുള്ള സാധ്യതയുണ്ട്. ആശുപത്രി വാസത്തിനോ അതുപോലെ തന്നെ ചില ആശങ്കകൾക്കോ മാനസികമായ ചില സമ്മർദ്ദങ്ങൾക്കോ ഒക്കെ അടിപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കായി പണം മുടക്കേണ്ടി വന്നേക്കാം. അത്തരം കാര്യങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ചിലപ്പോൾ പണം മുടക്കേണ്ടി വന്നേക്കാം. എന്നാൽ പ്രവർത്തനങ്ങളിലെ വിജയവും കർമ്മമേഖലയിലെ ഇവരുടെ പ്രസരിപ്പും കർമ്മമേഖലയിലെ ഇവരുടെ തിളക്കവും അതുപോലെ തന്നെ സാമ്പത്തികമായ ഗുണവും ഇവരെ ഈ ആഴ്ചയും നല്ല രീതിയിൽ പിന്തുടരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ദോഷം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ഓവറായിട്ടുള്ള എന്തൂസിയാസത്തിൻ്റെ, അതായത് ഓവർ ഉത്സാഹത്തിൻ്റെ, അമിതമായ ഉത്സാഹത്തിൻ്റെയോ അഭിനിവേശത്തിൻ്റെയൊക്കെ ഫലമായി ഉണ്ടായേക്കാവുന്ന ചില പ്രശ്നങ്ങളാണ്. അതല്ല എങ്കിൽ പലരും എൻ്റെ അടുത്ത് പരാതിപ്പെട്ടിട്ടുണ്ട്, ജോലിയൊന്നും ഇല്ലാതെ എങ്ങനെ ഇത്രയും ഇത് വരുമെന്ന്. എന്തായാലും 2-ൽ വ്യാഴവും 11-ൽ ശനിയും സഞ്ചരിക്കുന്ന കാലത്ത് ഇവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള, അത് ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ ഒക്കെ ശനി പതുക്കെ കാര്യങ്ങൾ തരുന്നയാളാണ്. എപ്പോഴെങ്കിലും ആ ഗുണം വരും. എന്തായാലും സാമ്പത്തികം എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനകത്ത് എന്തായാലും ഇവർക്ക് ആ ഗുണം കിട്ടണം. സാമ്പത്തികമായ നേട്ടം നിശ്ചയമായും കിട്ടണം. ഓരോ ആഴ്ചയിലും മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് അത് കുറച്ചുകൂടി നന്നാവണം. ഇപ്പോൾ ബുധൻ 4-ലേക്ക് വരുന്നു. അതുകൊണ്ട് തങ്ങൾക്കറിയാവുന്ന കഴിവുകൾ, തങ്ങൾക്കറിയാവുന്ന സ്കില്ലുകൾ അതൊക്കെ ഉപയോഗിച്ച് സാമ്പത്തികമായിട്ട് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ശ്രദ്ധിക്കണം. ആരോഗ്യം അതുപോലെ അപകട സാധ്യതകൾ ഉള്ള ഒരു അവസ്ഥയുണ്ട്. അത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 30, 1, 2 മധ്യാഹ്നം വരെ, പിന്നെ 4-ാം തീയതി സായാഹ്നത്തിന് ശേഷം 5, 6 ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് ഇടവക്കൂർ. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ
കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 12 തന്നെയാണ് ഇപ്പോഴും ചൊവ്വ. വ്യാഴം ജന്മത്തിലുമാണ്. ജന്മത്തിൽ അതായത് ചൊവ്വയ്ക്ക് 7ഉം 12ഉം ഭാവാധിപനായി 12 തന്നെ നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് നല്ല കാര്യങ്ങൾക്ക് ചെലവ് ചെയ്യേണ്ടി വരുന്ന ഒരവസരം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സഹോദരങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും ഒക്കെ ചില ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം മുടക്കേണ്ടി വന്നേക്കാം. തങ്ങളുടെ തന്നെ ഏതെങ്കിലും അപകടകരമായ അവസ്ഥകൾക്കോ തങ്ങളുടെ തന്നെ ചില കേസുകൾക്കോ തങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിൽക്കുന്ന ഏതെങ്കിലും കേസിനൊക്കെ ചിലപ്പോൾ പണം മുടക്കേണ്ടി വന്നേക്കാം. യാത്ര കൂടുതലായി ചെയ്യേണ്ടി വന്നേക്കാം. അതിനനുസരിച്ചുള്ള ഫലം കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ ശരീരത്തിന് ക്ഷീണം വർദ്ധിച്ചേക്കാവുന്ന ചില ആയാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ജിമ്മിൽ പോകുന്നവരും അതുപോലെ തന്നെ കഠിനാധ്വാനം ശരീരം കൊണ്ട് വേണ്ടുന്നവരും അങ്ങേയറ്റം കരുതലോടുകൂടി ഓരോ കാര്യവും ചെയ്യുക. ഇവർക്ക് ഇപ്പോൾ ഗുണം എന്ന് പറയുന്നത് 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ്റെയും സൂര്യൻ്റെയും ഗുണമാണ്. ബുധൻ ഇവർക്ക് 3ലേക്ക് പോയി കഴിഞ്ഞു. ശുക്രൻ 2ൽ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും സാമ്പത്തികമായ നല്ല വരുമാനം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ജോലിയിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ഒക്കെ ഇവർക്കിപ്പോൾ ആദായപരമായ പല കാര്യങ്ങളും സംഭവിക്കാം. കുടുംബത്തിൽ നിന്ന് ഭാഗം വെച്ച് കിട്ടുന്നത് പണമായി കിട്ടാം ഇവർക്ക്. അതുപോലെ തന്നെ അടുത്ത ബന്ധുമിത്രാദികളിൽ നിന്ന് സഹായമോ സുഹൃത്തുക്കളിൽ നിന്ന് സഹായമോ ഉണ്ടാവാം. ജോലി സ്ഥലത്ത് ഇവർക്ക് കൂടുതൽ ശോഭനീയമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നത് കൊണ്ട് സാമ്പത്തികമായ നേട്ടം കാണുന്നു. അതുപോലെ തങ്ങളുടെ വാക്ക്, തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം തന്നെ മറ്റുള്ളവരിലേക്ക് സൗമ്യമായി ചെന്നിറങ്ങുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇവരോടുള്ള മതിപ്പും സ്നേഹവും ഒക്കെ വർദ്ധിക്കുന്നു. അതുകൊണ്ട് ജോലി സ്ഥലത്ത് ഇവർക്ക് കൂടുതൽ ഇടപഴകാൻ സാധിക്കുന്നു. ഓർക്കണം, 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ആണ് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. എല്ലാ കഴിവും യോഗ്യതയും ഒക്കെ വന്നെത്തിയാലും അത് ജസ്റ്റ് ആ ബോർഡർ വരെ നമ്മുടെ കിട്ടേണ്ടതിൻ്റെ അവസാന നിമിഷം വരെ വന്നെത്തി നിൽക്കുമ്പോൾ എന്തെങ്കിലും തടസ്സം വന്നേക്കാം. പക്ഷേ ഒടുവിൽ അത് കിട്ടുക തന്നെ ചെയ്യും. എന്നാലും അത്തരം ചില ആശങ്കകൾ നിങ്ങളെ ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. അത് 10ലെ ശനിയാണ്. അതിന് പ്രായശ്ചിത്തം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക. ശനിദേവനും ശനീശ്വരനും പ്രത്യേകമായ പൂജകൾ ചെയ്യുക. 11ൽ നിൽക്കുന്ന രാഹു വിദേശത്തു നിന്ന് വരുമാനവും സാധ്യതകളും ഒക്കെ വരുത്തും. അക്കാര്യത്തിൽ വലിയ വിഷമമൊന്നും വരില്ല. സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഇവർക്കുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും കർമ്മരംഗത്ത് ഇവർക്ക് ഇവരുടെ ബുദ്ധിശക്തിയും ക്രിയാത്മകമായ ശക്തിയുമൊക്കെ നന്നായി ഉപയോഗിക്കാൻ സാധിക്കുന്നു. പക്ഷേ കർമ്മരംഗത്ത് തന്നെയാണ് ശനിയിൽ നിൽക്കുന്നത്. അപ്പോൾ ശനി 10ാം ഭാവത്തിൽ സ്ഥാനബലത്തോടെ നിൽക്കുന്നത് കൊണ്ട് വലിയ ദ്രോഹങ്ങളൊന്നും ചെയ്യില്ലെങ്കിലും ജോലി ഇല്ലാത്തവർക്കും അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്കും ചെറിയ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. നിലവിൽ ജോലി ഉള്ളവർക്ക് അതിലെന്തെങ്കിലുമൊക്കെ തടസ്സവും പ്രശ്നവും വന്നേക്കാം. എന്നാൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. കാരണം ഏതെങ്കിലും വിധേന ജോലിയിൽ നിന്ന് തന്നെ ആവണമെന്നില്ല ഒക്കെ സാമ്പത്തികമൊക്കെ വരാൻ സാധിക്കുന്നുണ്ട്. കാരണം 11ൽ രാഹു സഞ്ചരിക്കുന്നത് കൊണ്ട്. ഇതാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഇവരെക്കുറിച്ച് പറയാനുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2-ാം തീയതി മധ്യാഹ്നത്തിന് ശേഷം 3-4 സായാഹ്നം വരെയും നല്ല ദിവസമാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര പുണർതത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും 10ാം ഭാവത്തിലെ രാഹു, കർമ്മരംഗത്ത് രാഹു 10ലാണ് ഏറ്റവും കൂടുതൽ ശോഭിക്കുന്നത്. പ്രത്യേകിച്ച് 1, 4, 7, 10 കേന്ദ്രങ്ങളിൽ 10ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കർമ്മത്തിന് വളരെ ഗുണത്തെ ചെയ്യും. പ്രത്യേകിച്ച് ക്രിയാത്മക ശക്തി വർദ്ധിക്കുന്നു. ഉള്ളിലെ ആന്തരികമായ ശക്തിയും ചോദനയും വർദ്ധിക്കുന്നത് കൊണ്ട് നന്നായി അവരുടെ കർമ്മരംഗത്ത് ചില പ്രത്യേക ബുദ്ധി വികാസത്തിൻ്റെ ശക്തിയോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്നത് കൊണ്ട് ഇവരെക്കുറിച്ചുള്ള ഈ പ്രവർത്തന രംഗത്തുള്ള മതിപ്പ് വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് സാമ്പത്തികമായ വർധനവിന് കാരണമാകുന്നു. സ്വാഭാവികമായും ചൊവ്വയും 11ലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അത് കൃത്യമായി സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് ചെയ്യുന്ന കർമ്മത്തിന് കൃത്യമായി ഇവർക്ക് പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും ഈ ആഴ്ചയും. അതോടൊപ്പം ബുധൻ 2ാം ഭാവത്തിലേക്ക് പോകുന്നത് കൊണ്ട് തങ്ങളുടെ കഴിവ് നന്നായി ശോഭിക്കാൻ സാധിക്കുന്ന ഒരാഴ്ച തന്നെയാണ്. അതുകൊണ്ട് സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവുമുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഒരിക്കലും ഇവർക്ക് അമാന്തമുണ്ടാകില്ല. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ചിലപ്പോൾ ഉടനെ ലാഭം കിട്ടാത്ത കുറേ കാര്യങ്ങൾക്ക് മിഥുനക്കൂറുകാരിലെ പെട്ട നക്ഷത്രങ്ങൾക്ക് പണം മുടക്കേണ്ടി വന്നേക്കും. തങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലോ ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലോ ഒക്കെ ആവാം. വിദേശയാത്രയ്ക്ക് വേണ്ടി പണം മുടക്കേണ്ടി വന്നേക്കാം. ഉടനെ ഈ വിദേശയാത്രയ്ക്ക് എന്താണോ ഉദ്ദേശം വച്ചിട്ടുള്ളത് അത് സാധൂകരിക്കണം. ഇല്ല എങ്കിലും അതിൻ്റെ തുടക്കത്തിലേക്ക്, വിജയത്തിൻ്റെ തുടക്കത്തിലേക്ക് ഇപ്പോൾ നടത്തുന്ന യാത്ര കാരണമാകും. അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ടി വന്നേക്കാം. മാതാവിന് ശാരീരികമായ അവശത കാണുന്നു. വാഹനം ഉപയോഗിക്കുമ്പോഴും നല്ലവണ്ണം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വീട്ടുമൃഗങ്ങൾക്ക് ചെറിയ ദോഷമുണ്ടാകാനുള്ള സാധ്യത. വീട്ടിൽ നിന്ന് ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വന്നേക്കാം. വീട് മാറ്റത്തിനും സാധ്യതയുണ്ട്. പ്രവർത്തിക്കുന്ന സ്ഥലവും മാറിയേക്കാം. കസേരയോ അല്ലെങ്കിൽ ആ പദവിയോ ഒക്കെ മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്.
മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 30/1 തീയതി മധ്യാഹ്നം വരെയും പിന്നെ 4 സായാഹ്നത്തിന് ശേഷം 5-6 ദിവസങ്ങളും നല്ലതാണ്. അടുത്തത് കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ ശനി ഉണ്ട്, 11ാം ഭാവത്തിൽ വ്യാഴം വന്നിട്ടും ആർക്കും ഗുണം വന്നില്ലല്ലോ എന്ന് കർക്കിടകക്കൂറിലെ നക്ഷത്രക്കാർ പലപ്പോഴും പരാതി ഉണ്ടാക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും അത് ശരി തന്നെയാണ്. കാരണം 11ൽ വ്യാഴം സഞ്ചരിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ 1.5 മാസം കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഒരു 4-5 ഡിഗ്രിയോളം വ്യാഴം ആ രാശിയിൽ കടന്നിട്ടുണ്ട്. 30 ഡിഗ്രിക്ക് ഇനിയും ഉണ്ട്. തീർച്ചയായിട്ടും ഇവർക്ക് സാമ്പത്തികമായ നേട്ടമോ സർവാഭീഷ്ടമാണ് 11. വിചാരിച്ച കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയോ പ്രശ്നങ്ങളോ ആവശ്യമില്ല എന്നാണ് അഭിപ്രായം. കാരണം വ്യാഴം എന്തായാലും 11ൽ നിൽക്കുമ്പോൾ ഗുണത്തെ തരും. മാത്രമല്ല ഇപ്പോൾ 10ാം ഭാവത്തിലേക്ക് ചൊവ്വ കൂടി വന്നിരിക്കുന്നതിനാൽ ചൊവ്വയുടെ ഒരു അനുഗ്രഹം സ്വാഭാവികമായിട്ടും ഇവർക്ക് കർമ്മരംഗത്ത് കൂടുതൽ ശോഭിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കർമ്മ മേഖലയിൽ മറ്റുള്ളവർക്ക് വളരെ വലിയൊരു ഇംപ്രഷൻ ഉണ്ടാകും. മേലധികാരികൾക്ക് ഈ നക്ഷത്രക്കാരായ പ്രവർത്തകരെക്കുറിച്ച് മതിപ്പുണ്ടാവുകയും അത് അവരുടെ സാമ്പത്തികമായ വർധനവിന് കാരണമാവുകയും ചെയ്യും. കൃത്യമായി പണം കിട്ടുക എന്നൊരവസ്ഥ എന്തായാലും 11ൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ടുണ്ടാവും. ഒരുപാട് കിട്ടുക എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ചാണ്. അതുപോലെ 11ാം ഭാവം ധനസ്ഥാനമായതുകൊണ്ട് ലോട്ടറി എടുക്കുക, ഭാഗ്യക്കുറി പരീക്ഷിക്കുക എന്നൊക്കെയാണ് പറയാനുള്ളത്. അത് സ്വാഭാവികമായിട്ടും പണമായി മാറാനുള്ള സാധ്യതയുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും നടക്കണം 11ൽ നിൽക്കുമ്പോൾ. ഇതിന് ഘടകവിരുദ്ധമായി 8ൽ നിൽക്കുന്ന ശനി തടസ്സമുണ്ടാക്കുമെങ്കിലും 11ലെ വ്യാഴം വിഷ്ണു ഈശ്വരാധീനം കൊണ്ട് നിൽക്കുന്നതിനാൽ സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ നടക്കും, അല്പം താമസിച്ചായാലും. ഇവിടെ താമസിപ്പിക്കുന്നത് ശനിയാണ്. അതുകൊണ്ട് ശനീശ്വരനെ പ്രാർത്ഥിക്കുക, ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധി എടുക്കുക എന്നേ പറയാനുള്ളൂ. 9 ഒരു ഭാഗ്യസ്ഥാനമാണ്. അവിടെ നിൽക്കുന്നതും പാപഗ്രഹമായ രാഹുവാണ്. അതും ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കും. പിതാവിന് ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. ചിന്തിക്കേണ്ടത് ഇപ്പോൾ 10ൽ നിൽക്കുന്ന ചൊവ്വയും ബലത്തോടു കൂടി നിൽക്കുന്ന ചൊവ്വയും 11ൽ നിൽക്കുന്ന വ്യാഴവുമാണ്. ചെയ്യുന്ന ജോലിക്ക് കൃത്യമായി വരുമാനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും, പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാർക്ക്. അതുപോലെ ഇപ്പോൾ ബുധൻ ജന്മത്തിലോട്ട് വന്നിട്ടുണ്ട്. ബുധൻ കുറച്ചുകൂടി കഴിവിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും തങ്ങളുടെ വ്യക്തിത്വത്തിൽ പുറമേയുള്ള ബാഹ്യ സൗന്ദര്യത്തിലുമൊക്കെ ഒരു വ്യതിയാനം വരുത്തും. അത് കുറച്ചുകൂടി കാണാൻ ഭംഗിയുണ്ടാവുക, വ്യക്തിത്വം ഇംപ്രഷൻ മറ്റുള്ളവരിൽ നന്നായി പകരുക എന്നൊക്കെ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഈ വ്യക്തികളെക്കുറിച്ചുള്ള മതിപ്പ് വർദ്ധിക്കുന്നു. അത് അവരുടെ കർമ്മമേഖലയിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പൊതുവെ ഗുണമുള്ള ഒരു വാരമായിട്ടാണ് ഈ ഒരാഴ്ച കാണേണ്ടത്. അത് ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും അതുപോലെ ചൊവ്വയുടെയും സാന്നിധ്യമാണ് ഇവർക്കിപ്പോൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 30, 1, 2, 3, 4 സായാഹ്നം വരെയും നല്ലതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനി, അഷ്ടമത്തിൽ രാഹു, 2ൽ കേതുവൊക്കെ ഉണ്ടെങ്കിലും 9ൽ ബലത്തോടെ നിൽക്കുന്ന ചൊവ്വയും അതുപോലെ 10ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഒരു ഈശ്വരാധീനം ഇവർക്കിപ്പോൾ കൊടുക്കും. ഇതുവരെ ഉണ്ടായിരുന്ന ചില ആശങ്കകൾ, അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പ് വരെ ചൊവ്വ 9ൽ വരുന്നതിന് മുമ്പ് വരെയും അതുപോലെ വ്യാഴം 10ൽ ബലവാനായി നിൽക്കുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥ വരെയും ഒക്കെ ഉള്ള ചില കൺഫ്യൂഷനുകൾ, ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഇവർക്കിപ്പോൾ മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ പുതിയ ജോലി ലഭ്യമാവുകയോ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ജോലിയിലുള്ള തടസ്സങ്ങൾ മാറുകയോ പൊതുവെ കർമ്മരംഗത്ത് ഒരു ശോഭനീയമായ അവസ്ഥ ഉണ്ടാവുകയോ ചെയ്യാം. വരുമാനത്തിന് വർധനവായിട്ടത് മാറുന്നു. കാരണം 11ാം ഭാവത്തിൽ സൂര്യനും ശുക്രനും നിൽക്കുന്നുണ്ട്. 12ലേക്ക് ബുധൻ വന്നു. തങ്ങൾക്കുള്ള കഴിവുകൾ ഇപ്പോൾ നന്നായി പ്രകടിപ്പിക്കാൻ സാധിക്കും. മറഞ്ഞ ബുധൻ നിറഞ്ഞ അറിവാണ് കൊടുക്കുന്നത്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നല്ല രീതിയിൽ ഈ നക്ഷത്രക്കാർക്ക് പഠിക്കാൻ സാധിക്കുന്നു എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷമാണ്. വലിയ വിജയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബുധൻ്റെ 12ലെ നില. അതുപോലെ തന്നെയാണ് ശുക്രൻ 11ൽ നിൽക്കുമ്പോൾ ഇവർക്ക് വീടുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ കച്ചവടവുമായി ബന്ധപ്പെട്ടോ ഒക്കെ പണം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വീട് വയ്ക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ വീടിൻ്റെ ബാഹ്യമായ പ്രവർത്തനങ്ങൾ, മോടി പിടിപ്പിക്കൽ, ഇതൊക്കെ നന്നായി പ്രവർത്തിപ്പിക്കാൻ ഇപ്പോൾ ഇവർക്ക് സാധിക്കും. അതുകൊണ്ട് പൊതുവെ നിർമ്മാണ പ്രവർത്തനവുമായും സ്വന്തം സ്വപ്നങ്ങളുമായും ഒക്കെ ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഗുണകരമായ ഒരു വാരമായിട്ട് വേണം ചിന്തിക്കാൻ. അതുപോലെ തന്നെ ഗുണമാണ് 9ൽ നിൽക്കുന്ന ചൊവ്വ ബലത്തോടു കൂടി നിൽക്കുന്നതിനാൽ പിതൃഭാവത്തു നിന്നൊക്കെ അനുഗ്രഹമുണ്ടാവും. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹമുണ്ട്. അതുപോലെ തന്നെ പ്രവർത്തന രംഗത്ത് ചില പ്രത്യേകമായ ഭാഗ്യം ഇപ്പോൾ ഇവരെ കടാക്ഷിക്കുന്നതായിരിക്കും. വിദേശത്ത് പോകാൻ സാധിക്കുന്നതാണ്. വിദേശവുമായി ബന്ധപ്പെട്ട് ഉപരിപഠനത്തിന് കൂടുതൽ അനുകൂലമായൊരവസ്ഥ കൈവരുന്നതുമാണ്. 10ാം ഭാവത്തിലെ വ്യാഴം കർമ്മരംഗത്ത് ഗുണവും ഉണ്ടാക്കും. വളരെ പ്രായക്കൂടുതലുള്ള കാരണവസ്ഥാനത്തുള്ളവരുടെ ആരോഗ്യം പ്രത്യേകമായി സംരക്ഷിക്കുക, അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുക എന്നതാണ് മറ്റൊരു സവിശേഷമായ കാര്യം ഇവിടെ പറയാനുള്ളത്. ആരോഗ്യ സംബന്ധമായി ശ്രദ്ധിക്കണം.
8-ൽ സഞ്ചരിക്കുന്ന രാഹു ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ശരീരത്തിൽ വിഷമയമായ അവസ്ഥ ഉണ്ടാക്കുന്നതിലൊക്കെ പ്രശ്നക്കാരനാണ്. അതുകൊണ്ട് ലിവർ, കിഡ്നി ഈ ഭാഗങ്ങളെ ആന്തരികമായി അവയവങ്ങളെ മോശപ്പെടുത്തുന്ന തരത്തിലുള്ള സ്വഭാവമോ ആഹാര രീതികളോ ശീലഗുണങ്ങളോ ഉണ്ടെങ്കിൽ അത് വളരെ നിയന്ത്രിക്കുക. അതുപോലെ തന്നെ ബാഹ്യമായി സർപ്പത്തിൽ നിന്നോ മറ്റ് ഇഴജന്തുക്കളിൽ നിന്നോ ക്ഷുദ്രജീവികളിൽ നിന്നൊക്കെ വിഷം ഉള്ളിൽ ചെല്ലാനുള്ള സാധ്യതയുണ്ട്. അങ്ങേയറ്റം ഹൈജീനിക്കായ അന്തരീക്ഷത്തിൽ ആഹാരം പാചകം ചെയ്ത് കഴിക്കുക, അതൊക്കെ വേണം. കാരണം ഉള്ളിലേക്ക് വിഷം ചെല്ലാൻ ഏത് വിധേനയും സാധ്യതയുള്ളതാണ് അഷ്ടമത്തിലെ രാഹു. ഇല്ലാത്തത് തങ്ങളെക്കുറിച്ച് പറയുക, അപവാദങ്ങളിൽ പെടുക, അതും അഷ്ടമത്തിലെ രാഹുവിൻ്റേതാണ്. അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ പരമാവധി ഒഴിഞ്ഞു നിൽക്കുക. വാക്ക് വളരെ സൂക്ഷിക്കുക, 2-ൽ കേതുവുള്ളതുകൊണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2-ാം തീയതി മധ്യാഹ്നത്തിന് ശേഷം 3, 4, 5, 6 ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 9-ൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ ഗുണം തന്നെയാണ് ഈ ഒരാഴ്ചയും ഇവർക്കൊരു ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത്. 10-ൽ ശുക്രനുണ്ട്, കർമ്മരംഗം അതുകൊണ്ട് കൂടുതൽ ശോഭനീയമാണ്. 10-ൽ സൂര്യനും നിൽക്കുന്നതിനാൽ കർമ്മരംഗത്ത് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്നു. തങ്ങൾക്ക് ഉണ്ടായിരുന്ന ഉഴപ്പ് അല്ലെങ്കിൽ തങ്ങൾ ഒന്നിനും കൊള്ളില്ല എന്ന് വിചാരിച്ചിരുന്നവരുടെ മുമ്പിലൊക്കെ അല്പം അഭിമാനത്തോടെ ഞെളിയാൻ അവസരം കിട്ടുന്ന ഒരാഴ്ചയാണ്. 11-ലെ ബുധൻ തങ്ങളുടെ കഴിവുകൾ നന്നായി ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് കർമ്മരംഗത്ത് ശോഭിക്കാൻ സാധിക്കും. സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യും. അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്നുണ്ട്. ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്നത് സ്വന്തം ആരോഗ്യത്തിനും അതുപോലെ തന്നെ അപകട സാധ്യതകൾ നിറഞ്ഞ ജീവിതമാണെങ്കിൽ സ്വാഭാവികമായും അതിലും ശ്രദ്ധ വേണം. സാഹസിക കർമ്മങ്ങൾ കൂടുതൽ ചെയ്യുന്നവർ, ഭാരമെടുക്കുന്നവർ, മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ജീവിക്കുന്നവർ, ഇവരൊക്കെ തന്നെയും വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ചൊവ്വ സ്ഥാനബലത്തോടെ നിൽക്കുന്നതിനാൽ വലിയ ദോഷം ചെയ്യില്ല. പാപഗ്രഹത്തിന് ബലം വരുമ്പോൾ അത് ദോഷഫലം അധികം ചെയ്യില്ല എന്ന് പറയാറുണ്ട്. ചൊവ്വ ഇവിടെ ബലവാനാണ്, അതുകൊണ്ട് തന്നെ വലിയ ദോഷങ്ങൾ ചെയ്യില്ല. എങ്കിലും ചൊവ്വയ്ക്ക് ചൊവ്വയുടേതായ ഒരു പരുക്കൻ വശമുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ ചിലപ്പോൾ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാവുക, കലഹിക്കാനുള്ള മനസ്സ് വർദ്ധിക്കും, വാശിക്ക് വാശി എന്ന മട്ടിൽ ചൊവ്വ നിൽക്കും. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളിലെ സൗമ്യത നഷ്ടപ്പെടാം. പ്രത്യേകിച്ച് സ്ത്രീകൾക്കിപ്പോൾ ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ 8-ൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളിൽ അങ്ങേയറ്റം സുതാര്യത പാലിക്കണം. വഴക്ക് പരമാവധി ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക. 2 കൈയും ചേർത്തടിച്ചാലേ ശബ്ദമുണ്ടാകൂ. അതുകൊണ്ട് ഒരു വഴക്കുണ്ടായാൽ തർക്കിക്കാനോ ഈഗോ കാണിക്കാനോ നിൽക്കാതെ പിന്മാറുന്നതായിരിക്കും ഇപ്പോൾ നല്ലത്. വിനയത്തോടുകൂടി ക്ഷമിക്കാനുള്ളൊരു മനസ്സുണ്ടായാൽ ഈ ചൊവ്വയുടെ ദോഷവശങ്ങൾ 8-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സ്ത്രീകൾക്ക്, ഈ നക്ഷത്രക്കാർക്ക് ദോഷം കുറയ്ക്കും. പുരുഷന്മാർക്കാണെങ്കിൽ അവരുടെ ആയുസ്സും അവരുടെ ആരോഗ്യവുമാണ് സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ട് സ്പീഡ് കുറയ്ക്കുക, വാഹനം വളരെ ശ്രദ്ധയോടെ ഓടിക്കുക, ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. ബാക്കി സാമ്പത്തിക ഗുണവും പ്രവർത്തന ഗുണവും ഇവരോടൊപ്പം ഉണ്ട്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2-ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്, 7-ൽ ചൊവ്വയും. ഈശ്വരാധീനം കുറഞ്ഞിരിക്കുന്നു. എന്നാൽ 9-ലെ ശുക്രനും 9-ലെ സൂര്യനും 10-ലെ ബുധനും ഇവർക്ക് നേട്ടത്തെ കൊടുക്കും. ഇപ്പോൾ ഈ 3 ഗ്രഹങ്ങളാണ് ഇവരെ സഹായിക്കുക. 9-ൽ നിൽക്കുന്ന ശുക്രൻ, ബുധൻ, 10-ൽ നിൽക്കുന്ന ബുധൻ കർമ്മരംഗത്ത് തങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച്, തങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ നേട്ടം ഉപയോഗിച്ച്, തങ്ങളുടെ പ്രത്യേകമായ ഈ സ്കിൽഡ് ലേബേഴ്സ് എന്നൊക്കെ പറയും, അവർക്ക് കൂടുതലായി ശോഭിക്കാൻ സാധിക്കുന്ന ഒരു വാരമായിട്ട് വേണം കാണാൻ. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്ര ഇവർക്ക് ഗുണകരമായി വരും. 7-ലെ ചൊവ്വ സ്ഥാനബലത്തോടെ നിൽക്കുന്നതിനാൽ കാര്യങ്ങൾ കൃത്യമായി നടക്കാൻ സാധിക്കും. കാര്യങ്ങൾ കൃത്യമായി നടന്നു പോകും. ഒരു അഴിമതിയും ഇല്ലെങ്കിൽ, മറ്റു തടസ്സങ്ങളും ഇല്ലെങ്കിൽ ചൊവ്വ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും. അതാണ് ചൊവ്വ. അതുകൊണ്ടാണ് മിലിറ്ററിയും പട്ടാള ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ ചൊവ്വ പ്രബലരായി നിൽക്കുന്ന ജാതകങ്ങളിൽ സംഭവിക്കാറുള്ളത്. കൃത്യമായി കാര്യങ്ങൾ നടത്തിപ്പിക്കുന്നതിന് ചൊവ്വയുടെ ഭരണ നൈപുണ്യം വളരെ പ്രശംസനീയമാണ്. ഇവിടെ ചൊവ്വ 7-ൽ ബലത്തോടെ നിൽക്കുന്നതിനാൽ ഒരർത്ഥത്തിൽ ഇവർക്ക് ചൊവ്വയുടെ വലിയ രാജയോഗം അനുഗ്രഹമായി വരുന്നുണ്ട്. 1, 4, 7, 10 ഭാവങ്ങൾ ഭൗതിക നേട്ടങ്ങളുടെ സ്ഥലമാണ്. 7-ാം ഭാവം പ്രത്യേകിച്ചും ദാമ്പത്യത്തിൻ്റെ സ്ഥലവും. അപ്പോൾ തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവത്തിലാണ് ചൊവ്വ ബലവാനായിട്ട് നിൽക്കുന്നത്. പരസ്പരം നല്ല രീതിയിൽ മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ബന്ധമാണെങ്കിൽ അത് കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനേ ഈ വഴിയുള്ളൂ, 7-ൽ ബലത്തോടു കൂടി നിൽക്കുന്നതിനാൽ. എന്നാൽ എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ പരസ്പരം ഈഗോ ക്ലാഷോ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചൊവ്വ 7-ൽ ബലത്തോടെ നിന്നാൽ ആ ഈഗോ ക്ലാഷ് വർദ്ധിക്കാനാണ് സാധ്യത. ചിലയിടങ്ങളിലെങ്കിലും വ്യാഴം അനിഷ്ടസ്ഥാനത്ത് പോയി നിൽക്കുന്നതുകൊണ്ട് ചിലരുടെ ഇടയിലെങ്കിലും ഈശ്വരാധീനം കുറഞ്ഞിരിക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദമ്പതിമാർ സൂക്ഷിക്കുക. പരസ്പരം പിരിഞ്ഞു നിൽക്കുന്നവരോ ഏതെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ പരസ്പരം വർത്തമാനം പറയാതെ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ പിണങ്ങി നിൽക്കുന്നവരോ ഒക്കെ ശ്രദ്ധിക്കുക.
ഒരല്പം വിട്ടുവീഴ്ച ചെയ്തില്ല എങ്കിൽ ചിലപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാകാനുള്ള സാധ്യതയുണ്ട്. 9-ൽ നിൽക്കുന്ന ശുക്രൻ എന്തായാലും ഇവരെ അനുഗ്രഹിക്കുമെന്ന് തന്നെ പറയാം. 7-ലൊരു ദോഷമുണ്ടെങ്കിൽ വിവാഹബന്ധം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒക്കെ ദാമ്പത്യബന്ധത്തിലൊക്കെ 9-ൽ നിൽക്കുന്ന ശുഭൻ ഗുണത്തെ ചെയ്യുമെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ശുഭനായ ഗ്രഹം ബന്ധുക്ഷേത്രത്തിൽ ബലവാനായി 9-ൽ നിൽക്കുന്നതിനാൽ ശുക്രൻ്റെ ആ സാന്നിധ്യം ഇവർക്ക് അനുഗ്രഹം തന്നെ തറയും. അതുപോലെ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്ര അനുകൂലമായി വരും. വിദേശത്ത് പഠന സംബന്ധമായ കാര്യങ്ങൾക്കും അനുകൂലമായ അവസ്ഥയുണ്ടാകും. സാമ്പത്തികമായ നേട്ടം 10-ലെ ബുധനും ഇവർക്ക്, അതായത് കർമ്മരംഗത്ത് കൂടുതൽ ശോഭിക്കാൻ സാധിക്കുന്നത് കൊണ്ട് 10-ലെ ബുധൻ ഇവർക്ക് ഗുണകരമായിട്ട് വരും. മാത്രമല്ല 11-ാം ഭാവാധിപൻ 9-ലാണ് നിൽക്കുന്നത്. അത് വരുമാനത്തിൻ്റെ കാര്യത്തിൽ മറ്റൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് പൊതുവെ വരുമാന സംബന്ധമായ കാര്യത്തിലും പ്രവർത്തന മേഖലകളിലും കൂടുതൽ ഗുണം കിട്ടും. ചൊവ്വയുടെ നിലയും സ്വാഭാവികമായിട്ടും കുടുംബത്തിലൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. അത് പരസ്പരമുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലും അതുപോലെ തന്നെ പരസ്പരമുള്ള വിട്ടുവീഴ്ചയിലുമൊക്കെ വേണം അത് കൂടുതൽ ബലത്തോടുകൂടി മുന്നോട്ട് പോകാൻ. അത് ചൊവ്വ അതിന് സമ്മതിക്കുകയും ചെയ്യും. 6-ൽ നിൽക്കുന്ന രാഹു ഇവർക്ക് ഉദരസംബന്ധമായ ചെറിയ അസുഖം ഉണ്ടാക്കിയേക്കാം. എന്നാൽ മറ്റു ഗുണങ്ങൾ, കടബാധ്യതയിൽ നിന്ന് മോചനം, സാമ്പത്തികമായ ലാഭം, അതുവരെ ഉണ്ടായിരുന്ന നഷ്ടപ്പെട്ടിരുന്ന ചില സാധനങ്ങൾ തിരിച്ചു കിട്ടാനുള്ള പ്രതീക്ഷ, അത്തരം വാർത്തകളുമായി ബന്ധപ്പെട്ട അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ നടക്കും. 5-ൽ നിൽക്കുന്ന ശനി സന്താനങ്ങൾക്ക് ചെറിയ തോതിലുള്ള ശാരീരികമായ അവശതയോ മാനസിക ക്ലേശമോ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 30, 1, 2 മധ്യാഹ്നം വരെ ഗുണകരമാണ്. അടുത്തത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 6-ൽ നിൽക്കുന്ന ചൊവ്വ ബലത്തോടു കൂടി നിൽക്കുന്നു. 6, 11, 3 ഈ ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ ദോഷം ചെയ്യില്ല. അപ്പോൾ മാത്രമല്ല ഇവിടെ ബലത്തോടു കൂടി നിൽക്കുന്നതിനാൽ കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ, കടബാധ്യത, അതുപോലെ തന്നെ മുടക്കം വന്നു കിടന്ന പ്രോജക്റ്റുകൾ, ഇതെല്ലാം തന്നെ മുന്നോട്ട് പോകണം കൂടുതൽ ശക്തിയോടുകൂടി. അതുപോലെ പിണങ്ങി നിന്നിരുന്നവർ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റി കൂടുതൽ ഐക്യത്തോടെ മുന്നോട്ട് പോകാനുള്ള സാധ്യത, ചില പുതിയ സംരംഭങ്ങൾ അതിൻ്റെ മുടക്കങ്ങളൊക്കെ മാറി അത് മുന്നോട്ട് ഒഴുകാൻ തുടങ്ങുന്ന അവസ്ഥ കാണുന്നുണ്ട്. 7-ൽ നിൽക്കുന്ന വ്യാഴം വിവാഹ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഗുണത്തെ കൊടുക്കും. ശുക്രൻ കൂടി 2 ദിവസം കൂടി കഴിയുമ്പോൾ ശുക്രൻ കൂടി ഇവർക്ക് ഈ ആഴ്ചയുടെ അവസാനത്തോടു കൂടി അനുകൂലമാവും. അതായത് 7-ാം തീയതി ശുക്രൻ 9-ലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച ശുക്രൻ്റെ കൂടി അനുഗ്രഹം വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്കുണ്ടാകും. കൂട്ടു ബിസിനസ്സിൽ വലിയ ഗുണം കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ കൂടുതൽ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാനുള്ളൊരവസരം കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ധനാഗമന മാർഗങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം വന്നിരിക്കുന്നു. അതുപോലെ വിദേശത്ത് പോകാനുള്ള കാര്യങ്ങളിലും അവിടെ പഠനം നടത്തുവാനോ അവിടെ താമസിക്കുവാനോ ജോലി സംബന്ധമായ കാര്യങ്ങൾ അവിടെ ശരിയാകുവാനോ ഒക്കെ ഉള്ള കാര്യങ്ങൾ വളരെ ഭദ്രമായി മുന്നോട്ട് പോകുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അതേസമയം 5-ാം ഭാവത്തിലെ രാഹു ഇവർക്ക് മാനസികമായി പ്രത്യേകിച്ചും ബുദ്ധിപരമായി ചില പുതിയ നീക്കങ്ങൾ നൽകുമെങ്കിലും അകാരണമായി മനസ്സ് വിഷമിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നു. ചിലപ്പോൾ ചില പ്രതീക്ഷകൾ ചെറുതായിട്ട് തങ്ങൾക്ക് നിരാശ തന്നെന്നിരിക്കാം. എന്നാലും പൊതുവെ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം 7-ാം ഭാവത്തിൽ അനുഗ്രഹമായി നിൽക്കുന്ന വ്യാഴവും 6-ൽ ബലത്തോടു കൂടി നിൽക്കുന്ന വ്യാഴവുമാണ്. 9-ൽ അടുത്തയാഴ്ച പോകുന്ന ശുക്രനുമൊക്കെ ഇവർക്ക് ഗുണം ചെയ്യും. 9-ൽ ഇപ്പോൾ ബുധൻ്റെ നിലയുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഇവർക്ക് ഗുണത്തെ കൊടുക്കണം. വരുമാനത്തിൻ്റെ കാര്യത്തിലും പ്രവർത്തനങ്ങളിലെ വിജയത്തിൻ്റെ കാര്യത്തിലും 9-ലെ ബുധൻ ഗുണം ചെയ്യും. ഇപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, 4-ാം ഭാവത്തിൽ ശനി, കണ്ടകശനി ഉണ്ട്. പ്രവർത്തനങ്ങളിലെ തടസ്സമോ അല്ലെങ്കിൽ മൂലകുടുംബത്തിലെ കുഴപ്പമോ മാതാവിന് ദോഷമോ ഒക്കെ വരാം. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കുകയും ചെയ്യണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 30, 1, 2, 3, 4 സായാഹ്നം വരെയും നല്ലതാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്കത്തിൽ കുട്ടികൾക്ക് ചെറിയ ചില മാനസികമായ വിഷമമോ ശാരീരിക ക്ലേശമോ ഉണ്ടായെന്നിരിക്കാം. എന്നാൽ 2 ദിവസം കഴിയുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമാവും. ചൊവ്വാഴ്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം തൊട്ട് സാമ്പത്തികമായി കുറച്ചുകൂടി ഒരു ബലം ഇവർക്ക് കിട്ടുന്നു. കഴിഞ്ഞ കുറേ കാലമായി തങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയിരുന്ന പണം തിരികെ കിട്ടാൻ, അത് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന പണം തിരികെ കിട്ടാനുള്ള സാധ്യത ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമുണ്ട്. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിരുന്ന ചില പ്രോജക്റ്റുകൾക്ക് പോസിറ്റീവായിട്ടുള്ള മറുപടികൾ കിട്ടുന്നു. ഏതെങ്കിലും വിധത്തിൽ തങ്ങൾക്ക് ഒരു വായ്പ അനുവദിച്ചു കിട്ടാൻ സർക്കാർ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ സ്വകാര്യ സ്ഥാപനങ്ങളിലോ അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ അതിനനുകൂലമായ തീരുമാനമുണ്ടാകുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം. പൊതുവെ സാമ്പത്തികമായ കാര്യങ്ങളിൽ മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. കടബാധ്യതയിൽ നിന്ന് മോചനം കാണുന്നു. അതുപോലെ തന്നെ
ഈ കിട്ടാനുള്ള പണം ഇവർക്ക് കിട്ടുകയും ഈ നക്ഷത്രക്കാർ ആർക്കെങ്കിലും കടം കൊടുക്കാനുണ്ടെങ്കിൽ അതും അവർക്ക് സാധ്യമാവുന്നു. അതുകൊണ്ട് പൊതുവെ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇവർക്ക് മനസമാധാനം ലഭിക്കുന്നു. ഉദര സംബന്ധമായ ചില വൈഷമ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഒരു മാറ്റമുണ്ടാകുന്നു. അതുപോലെ അഭിപ്രായ ഭിന്നത മൂലം മാറി നിന്നിരുന്നവർ, ശത്രുക്കൾ, ഇവരെല്ലാം തന്നെ പൂർവാധികം ഭംഗിയോടുകൂടി തിരിച്ചു വരുന്നു. തങ്ങളുമായി ഒത്തുചേർന്നുള്ള ചില പുതിയ സംരംഭങ്ങൾക്ക് തയ്യാറാവുന്നു. പൊതുവെ ഗുണകരമാണ്. യാത്ര അനുകൂലമാവുന്നു. ആഴ്ചയുടെ അവസാനത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഇവർക്ക് ശാരീരികമായി, പ്രത്യേകിച്ചും ലോവർ അബ്ഡമിൻ ഭാഗത്തൊക്കെ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. വീട്ടിൽ നിന്ന് ചിലപ്പോൾ അല്പം മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയും വന്നേക്കാം അവസാനത്തെ ദിവസമൊക്കെ. അത്തരം ചില കുഴപ്പങ്ങളെ കാണുന്നുള്ളൂ. പൊതുവേ ഇപ്പോൾ ഗുണകരമായ ഒരു അവസ്ഥയാണ് ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. ആദ്യത്തെ 1-2 ദിവസം മാത്രം ചെറിയ ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും സന്താനങ്ങൾക്ക്. അതുപോലെ തന്നെ വ്യാഴം ഇവർക്ക് 6ാം ഭാവത്തിൽ പോയിരിക്കുന്നുണ്ട്. സാമ്പത്തിക കാര്യത്തിൽ വളരെ അച്ചടക്കം വേണ്ടി വന്നിരിക്കുന്നു. 5ൽ നിൽക്കുന്ന ചൊവ്വ ബലത്തോടുകൂടി നിൽക്കുന്നത് കൊണ്ട് മനസ്സിനെ യാതൊരു തരത്തിലുള്ള നിരാശയും അലട്ടുകയില്ല. കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി മുന്നോട്ട് പോകാൻ മനസ്സിനെ ഇവർക്ക് ധൈര്യം സമ്മാനം നൽകും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇവർ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി കർമ്മമേഖലയിൽ വ്യാപരിക്കും. ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തിക കാര്യങ്ങളിലുള്ള ക്രമീകരണം മാത്രമാണ്. ബാക്കി പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. അടുത്തത് ഇവർക്ക് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളാണ്. നല്ല ദിവസങ്ങളെന്ന് പറയുമ്പോൾ 2-ാം തീയതി മധ്യാഹ്നത്തിന് ശേഷം ഗുണമാണ്. 3, 4 സായാഹ്നം, 4 രാത്രിയും വലിയ കുഴപ്പങ്ങളില്ലാതെ പോകും. 5, 6 ഗുണകരമാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം നക്ഷത്രം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവർക്ക് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് 4ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വ്യാഴം 5ലെത്തി. 5ൽ വ്യാഴം വളരെ ഗുണത്തെ ചെയ്യുമെന്നുള്ളതാണ്. അതിലും ഈ കർക്കിടകക്കൂറുകാരെ പോലെ തന്നെ മകരക്കൂറിലും 1-2 പേർ പറഞ്ഞിട്ടുണ്ട് വ്യാഴം 5ലെത്തിയിട്ടും ഗുണം വന്നു തുടങ്ങിയില്ല എന്ന്. അവർക്കും 7ര ശനിയുടെ ലാസ്റ്റ് ഘട്ടമുണ്ട് എന്ന് മനസ്സിലാക്കണം. മാത്രമല്ല ശുക്രൻ ഇപ്പോൾ 6ൽ പോയി നിൽക്കുകയാണ്. അത് അടുത്ത ആഴ്ച തൊട്ട്, അതായത് ഈ 6ാം തീയതിക്ക് ശേഷം 7ാം തീയതി മുതൽ ശുക്രൻ 7ാം ഭാവത്തിലേക്ക് പോകും. ശുക്രൻ്റെ 7ലെ നിലയാണ് കുറച്ചുകൂടി ഇവർക്ക് നല്ലത്. 5ലെ വ്യാഴവും 7ലെ ശുക്രനും ഇവർക്ക് മാക്സിമം ഗുണത്തെ ചെല്ലും. ഇപ്പോൾ 5ലെ വ്യാഴത്തിൻ്റെ നിലയും 4ൽ സ്ഥാനബലത്തോടു കൂടി നിൽക്കുന്ന ചൊവ്വയുടെ ഗുണവുമാണ് ഇവർക്ക് കൂടുതൽ. അതുപോലെ 3ൽ നിൽക്കുന്ന രാഹു മനസ്സിൻ്റെ നിരാശയൊക്കെ മാറ്റി കൂടുതൽ ചടുലതയോടുകൂടി തങ്ങളുടെ പ്രവർത്തന രംഗത്ത് ഇടപഴകാൻ ഇവരെ അനുവദിക്കുന്നു. 4ാം ഭാവത്തിലെ ചൊവ്വയും മനസ്സ്, സൗഹാർദ്ദം, അതുപോലെ ചുറ്റുമുള്ളവരോട് ഇടപഴകുന്ന രീതി, അതിലൊക്കെ ഒരു ചുറുചുറുക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ നന്നായി ചെയ്യുവാനായിട്ട് ഇവർക്ക് സാധിക്കുന്നു. തൊഴിൽ മേഖലയിലായാലും ശരി, കർമ്മ മേഖലയിലായാലും ശരി, കൂടുതൽ ജ്വലിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് 5ാം ഭാവത്തിലെ വ്യാഴം ഭാഗ്യം കൊടുക്കുകയും ചെയ്യും. പൊതുവേ സാമ്പത്തികമായും പ്രവർത്തനപരമായും ഗുണമാണ് കാണുന്നത്. ദോഷം എന്ന് പറയാൻ ഇവർക്കിപ്പോൾ ഉള്ളത് 9ൽ സഞ്ചരിക്കുന്ന കേതുവാണ്. ഈശ്വരാധീനത്തിൻ്റേതായ ഒരു ദോഷമാണ് കാണുന്നത്. ബാക്കി ഭൗതികമായ നേട്ടങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക കാര്യത്തിലും ഒക്കെ തന്നെ ഇവർക്ക് വ്യാഴത്തിൻ്റെയും ചൊവ്വയുടെയും ഒക്കെ അനുഗ്രഹം ഉണ്ട്. ദാമ്പത്യ കാര്യത്തിൽ ശുക്രൻ പോയി 6ൽ നിൽക്കുന്ന അത്ര നല്ലതല്ല, അത് ശ്രദ്ധിച്ചു കൊള്ളണം. അതുപോലെ തന്നെ 9ൽ നിൽക്കുന്ന കേതു പിതാവിന് ദോഷത്തെ വരുത്തും. ചില പ്രധാനപ്പെട്ട യാത്രകൾക്ക് തടസ്സം വന്നേക്കാം. എന്നാൽ ആഴ്ചയുടെ അവസാനത്തോടു കൂടി അതിനൊക്കെ മാറ്റം വരുന്നതുമാണ്. ഏതായാലും പൊതുവെ ഗുണകരം തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ വിഷ്ണുവിന് പ്രത്യേകമായി പൂജ ചെയ്യുക. വ്യാഴാഴ്ച ദിവസം കാര്യങ്ങൾ മാറിക്കിട്ടുന്നതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 2-ാം തീയതി, 4-ാം തീയതി സായാഹ്നത്തിന് ശേഷം 5, 6 ദിവസങ്ങൾ നല്ലതാണ്. അടുത്തത് കുംഭക്കൂറ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളവും വ്യാഴം 4ാം ഭാവത്തിലോട്ട് പോയിട്ടുണ്ട്. അത് നല്ലത് തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇവർക്കിപ്പോൾ ഗുണം ചെയ്യുന്നത് 3ൽ നിൽക്കുന്ന ചൊവ്വയാണ്. 3ൽ നിൽക്കുന്ന ചൊവ്വ ഇവർക്ക് വളരെ വലിയ ചില ഭാവങ്ങൾ സമ്മാനിക്കുന്നു. എന്ന് പറഞ്ഞാൽ മനസ്സ് ഏത് പ്രതിബന്ധത്തെയും നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവരെ സഹായിക്കുന്നു. ഏറ്റവും പ്രധാനം മനസ്സാണല്ലോ. കാര്യങ്ങളൊക്കെ ദോഷമാണ്, അതുകൊണ്ട് വെറുതെ ആലസ്യത്തിലാണ്ട് വീട്ടിൽ കിടന്നുറങ്ങുക എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി കൂടുതൽ ഊർജ്ജസ്വലമായി ഏത് പ്രതിബന്ധത്തെയും നേരിടാനുള്ള മനസാന്നിധ്യത്തോടു കൂടി തങ്ങളുടെ കർമ്മ മേഖലയിൽ ഇവർക്ക് ഇടപഴകാൻ സാധിക്കുന്നു. അത് ഇവർക്ക് വലിയൊരു നേട്ടത്തെ കൊടുക്കും. മാത്രമല്ല ചൊവ്വ കർമ്മഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്. 8ലേക്കുള്ള ചൊവ്വയുടെ ദൃഷ്ടി കുംഭക്കൂറുകാരുടെ 10ാം ഭാവമാണ്. അതുകൊണ്ട് തന്നെ കർമ്മമേഖല കൂടുതൽ ശോഭനീയമാവുന്നു. 2ൽ നിൽക്കുന്ന രാഹുവിനെയാണ് ശ്രദ്ധിക്കേണ്ടത്. ചുറ്റുപാടുമുള്ളവർ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ പാരകളോ വിമർശനങ്ങളോ ഒക്കെ ഉണ്ടാക്കാം. അതിനെ പ്രതികരിച്ചുകൊണ്ട്
പെട്ടെന്ന് വികാരാധീനനാവുക, വഴക്കുണ്ടാക്കുക, കലഹത്തിലേർപ്പെടുക, ഇതൊന്നും ചെയ്യാതിരിക്കുക. കാരണം അവർ അവരുടെ ജോലി ചെയ്യട്ടെ. നിങ്ങൾ ഈ നക്ഷത്രക്കാർ അവരുടെ കർമ്മത്തിൽ മാത്രം ഉറച്ചുകൊണ്ട് നിന്നാൽ തീർച്ചയായിട്ടും സാമ്പത്തികമായ നേട്ടവും ഉയർച്ചയും ഉണ്ടാവും, ജോലിയിൽ സ്ഥിരതയും ഉണ്ടാവും. മറ്റ് ഭാഗ്യങ്ങൾ താനെ തേടിയെത്തും. കാരണം വ്യാഴം പിന്നീട് പോകുന്ന അടുത്ത സ്ഥലത്തേക്കാണ്. 5-ൽ ശുക്രൻ നിൽക്കുന്നുണ്ട്. 4-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദോഷാവസ്ഥ ഒരിക്കലും ഇവർക്ക് വേറൊരു തരത്തിൽ വരത്തില്ല. മാതാവിന് ശാരീരികമായ അവശത വരുമെങ്കിലും വ്യാഴത്തിൻ്റെ 4-ലെ നില ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള മുട്ടുണ്ടാക്കില്ല. അതുകൊണ്ട് സാമ്പത്തിക ഭദ്രത ഉണ്ട് എന്ന് തന്നെ കരുതണം. അതോടൊപ്പം തന്നെ 5-ലാണ് ശുക്രൻ്റെ നില. അത് അടുത്ത ആഴ്ചയിൽ മാത്രമേ 6-ലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ശുക്രൻ 5-ൽ നിൽക്കുന്നത് ഭാഗ്യത്തെ കൊണ്ടുവരും. അപ്പോൾ 3-ലെ ചൊവ്വ, 4-ലെ വ്യാഴം, 5-ലെ ശുക്രൻ, ഇത് ആയിരിക്കും ഈ രാശിക്കാരെ കൂടുതലായിട്ട് ഗുണത്തിലേക്ക് കൊണ്ടുപോവുക. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, മനസ്സിൻ്റെ സ്ഥൈര്യം, ഇതെല്ലാം ഇവർക്ക് കൂടുതൽ ഗുണത്തെ സമ്മാനിക്കും. ശ്രദ്ധിക്കേണ്ടത് 2-ലെ രാഹുവാണ്. മുഖം ശ്രദ്ധിക്കുക. പല്ല്, കണ്ണ്, മൂക്ക് ഈ ഭാഗങ്ങളിൽ ദോഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സന്താനങ്ങൾക്കും നേരിയ തോതിലുള്ള ശാരീരികമായ അവശത, അവർക്കും കണ്ണിനോ അതുപോലെ തന്നെ ഞരമ്പുകൾക്കോ ഒക്കെ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അഷ്ടമത്തിൽ നിൽക്കുന്ന കേതു പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നെങ്കിലും വ്യാഴദൃഷ്ടി അതിനെ മാറ്റും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 30, 1, 2 മധ്യാഹ്നം വരെയും നല്ലതാണ്. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജന്മത്തിൽ നിൽക്കുന്ന രാഹുകേതുക്കൾ ഇല്ലാത്തത് സൃഷ്ടിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ഇവർക്ക് തന്നെ സ്വയം ആശങ്കകളുണ്ടാകാം. മനസ്സ് ചിലപ്പോൾ ചില അബദ്ധധാരണകളിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് സ്വയം ഒരു പേടിയുണ്ടാവുക, സ്വയം ഒരു ഉൾവലിവുണ്ടാവുക, ഇതൊക്കെ സംഭവിക്കാം. എന്തായാലും ചൊവ്വ ഇപ്പോൾ ഇവർക്ക് നിൽക്കുന്നത് 2-ാം ഭാവത്തിലാണ് സ്ഥാനബലത്തോടു കൂടി. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യത്തിൽ ഇവർക്ക് ചില ചിട്ടകൾ ഉണ്ടാവും. ഒരുപാട് പണം വന്നില്ലെങ്കിലും ഉള്ള പണം കൊണ്ട് കാര്യങ്ങൾ നന്നായി നടത്തിക്കൊണ്ടു പോകാൻ ഇവർക്ക് സാധിക്കും. തങ്ങളുടെ വാക്ക് വളരെ വിലപ്പെട്ടതായി തങ്ങളുടെ കൂടെയുള്ളവർ എടുക്കുന്നത് കൊണ്ട് പ്രവർത്തന രംഗത്ത് ഇവർക്ക് ചില പ്രത്യേകമായ സന്തോഷവും അഭിമാനവും സംതൃപ്തിയുമൊക്കെ ഉണ്ടാവും. വീട്ടിലും സമാധാനമുണ്ടാകും. സാമ്പത്തിക കാര്യത്തിൽ വീട്ടിൽ സമാധാനം എന്ന് പറയുമ്പോൾ വീട്ടിൽ ഇവരുടെ ഒരു ഭരണം കാരണം കാര്യങ്ങൾ നന്നായി നടന്നു പോകും. എന്നാൽ രാഹു കേതു 7-ാം ഭാവത്തിലേക്ക് ഒരു സാന്നിധ്യമുള്ളത് കാരണം ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ഇവരെക്കുറിച്ച് അപവാദമോ കെട്ടുകഥകളോ അല്ലെങ്കിൽ ചില തെറ്റായ ധാരണകളോ ഉടലെടുക്കാം. അതുകൊണ്ട് തന്നെ സുതാര്യത നിലനിർത്തുക എന്നുള്ളത് ഈ രാശിക്കാരെ സംബന്ധിച്ച്, ഈ കൂറുകാരെ സംബന്ധിച്ച് വളരെ അത്യന്താപേക്ഷിതമാണ്. തങ്ങളുടെ ജീവിത പങ്കാളിയുമൊത്തുള്ള ജീവിതത്തിൽ എന്തെങ്കിലും കല്ലുകടി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ആഴ്ചയാണ് ഈ ആഴ്ചയും. 2-ലെ ചൊവ്വയ്ക്ക് ബലമുള്ളതുകൊണ്ട് സ്വന്തം വാക്ക് വിശ്വസിക്കേണ്ടി വരും അവർക്ക്. വാക്കിൽ ഒരു വല്ലാത്ത ധൈര്യവും വാശിയും ശക്തിയുമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലും ഇവർക്ക് നന്നായി ഇടപഴകാൻ സാധിക്കുന്നു. അതും 2-ലെ ചൊവ്വ സമ്മാനിക്കുന്നതാണ്. എന്നാൽ സാമ്പത്തികമായി വലിയ പ്ലാനിംഗ് ഇല്ലാതെ ചെയ്താൽ പലതും അബദ്ധത്തിലാകാനുള്ള സാധ്യതയുണ്ട്. 4-ലെ ശുക്രൻ വീട്ടിലേക്ക് പുതിയ സാധന സാമഗ്രികൾ വാങ്ങുന്നതിലും അതുപോലെ തന്നെ ഫർണിച്ചർ, അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഡിസൈനിങ് മോടി പിടിപ്പിക്കുന്നതിലുമൊക്കെ തന്നെ പ്രത്യേകമായിട്ടുള്ള കഴിവുകൾ സമ്മാനിക്കും. പ്രത്യേകിച്ച് അതിനുള്ള സാമ്പത്തികമായ ഭദ്രതയും ഉണ്ടാവും. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വഴിവിട്ടുള്ള ചെലവ്, അതുപോലെ തന്നെ വഴിവിട്ടുള്ള വർത്തമാനങ്ങൾ, ഇതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനം. സ്വന്തം വാക്ക് ചിലപ്പോൾ വളരെ ക്രൂരമായി മറ്റുള്ളവർക്ക് തോന്നിയേക്കാം. വീട്ടിൽ നടത്തുന്ന ചില ഭരണങ്ങൾ അത് ചിലപ്പോൾ വീട്ടുകാർക്ക്, ജീവിത പങ്കാളിക്ക് ഭാരമായി തോന്നിയേക്കാം. പ്രത്യേകിച്ച് രാഹുകേതുക്കൾ 7-ാം ഭാവത്തിൽ സാന്നിധ്യപ്പെടുന്നത് കൊണ്ട് സ്വാഭാവികമായും ചില സംശയങ്ങൾ ഉടലെടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് കാര്യങ്ങൾ വളരെ സുതാര്യമായി ചെയ്യുക എന്നുള്ളതാണ് ഇവരോട് പറയാനുള്ളത്. രാഹു ലഗ്നത്തിൽ നിൽക്കിയാൽ, അതായത് ജന്മലഗ്നത്തിൽ നിൽക്കിയാൽ ശാരീരികമായ അവശതയും പ്രതീക്ഷിക്കാം. അണുബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പുറമേ നിന്നുള്ള വിഷം പാമ്പിൽ നിന്നോ ക്ഷുദ്രജീവികളിൽ നിന്നോ ഒക്കെ വരാം, ആഹാരത്തിൽ നിന്ന് വരാം. അതുപോലെ ഉള്ളിലെ ആന്തരിക അവയവങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന മാലിന്യങ്ങൾ ശരീരത്തിൽ അടിയാനും സാധ്യതയുണ്ട്. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളിൽ അങ്ങേയറ്റത്തെ ജാഗ്രത പുലർത്തുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2-ാം തീയതി മധ്യാഹ്നത്തിന് ശേഷം 3, 4 സായാഹ്നം വരെയും നല്ലതാണ്. എല്ലാവർക്കും നല്ലൊരാഴ്ച ആശംസിക്കുന്നു. ശനിദേവന് വേണ്ടി ഓം ശനൈശ്വരായ നമഃ ജപിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ കറുത്ത വസ്ത്രം ധരിക്കുക, വ്രതശുദ്ധി പാലിക്കുക, ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുക. അതുപോലെ തന്നെ പിന്നീട് ഏറ്റവും പ്രധാനമുള്ളത് ഓം ശനൈശ്വരായ നമഃ എന്ന് ജപിക്കുക.
കാക്കയ്ക്കിടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക, തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. ഓം നമോ നാരായണായ ജപിക്കുക. വ്യാഴദോഷത്തിന് മഞ്ഞ പട്ട് സമർപ്പിക്കുക വിഷ്ണുദേവന്. അതുപോലെ പാൽപ്പായസ നൈവേദ്യം. അതുപോലെ തന്നെ ചെയ്യേണ്ടതാണ് നെയ്വിളക്ക് കത്തിക്കൽ. ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. ഓം നാഗായ നമ എന്ന് ജപിക്കുക നാഗദോഷ പരിഹാരത്തിന്. ആയില്യത്തിനോ പക്കനാളിനോ 100 പാരം കൊടുക്കുക. ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ കേതുദോഷ പരിഹാരത്തിനും ചെയ്യുക. അല്ലെങ്കിൽ കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. നന്ദി, നമസ്കാരം.